ഇന്നലെ വലിയ ജനരോഷം കണ്ടു. ഈ ചെന്താമരയെ പോലീസ് പിടികൂടിയപ്പോൾ തന്നെ ആ പ്രദേശവാസികളുടെയൊക്കെ പ്രതിഷേധം നമ്മൾ കണ്ടു. ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ചെന്താമരയെ നമ്മൾ കണ്ടു. ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? എന്താണ് ഈ മക്കൾ പറയുന്നതിലൊക്കെയുള്ള അവർ ഇപ്പോഴും ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങളെയും കൊല്ലുമെന്ന് ആ മക്കൾ പറയുകയാണ്. ഇക്ബാൽ, അതായത് നിലവിൽ ചെന്താമരയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ രാത്രിയും ചെന്താമര മുഴുവൻ ഉണ്ടായിരുന്നത് നെന്മാറയിലായിരുന്നു. ഇതിനിടയിൽ പുലർച്ചയോടുകൂടിയാണ് ചെന്താമരയെ പോലീസ് വലിയ രീതിയിലുള്ള നാടകീയ നീക്കങ്ങൾ അല്ലെങ്കിൽ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെ 1:30 മണിയോടുകൂടി ചെന്താമരയുടെ അറസ്റ്റ് പോലീസ് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രേഖപ്പെടുത്തുകയായിരുന്നു. ശേഷം 2:30 മണിക്ക് ശേഷം 5 വാഹനങ്ങളുടെ ഒരു അകമ്പടിയോടുകൂടി ചെന്താമരയെ പോലീസ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. 5 വാഹനങ്ങൾ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി 5 വാഹനങ്ങൾ 5 ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് അവസാനം ഒരു വാഹനത്തിൽ ചെന്താമരയെ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. വിശദമായിട്ടുള്ള മൊഴി ചെന്താമരയുടേത് രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ നെന്മാറയിൽ ജനങ്ങളുടെ ഒരു രോഷം അത് വലിയ രീതിയിൽ പോലീസിന് പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയെ തുടർന്നാണ് പിന്നീട് ചെന്താമരയെ പോലീസ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ആലത്തൂർ DVSPയുടെ ഓഫീസും. അവിടെ വെച്ചായിരിക്കും ചെന്താമരയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുക. ഇന്നലെ തന്നെ കുറ്റസമ്മത മൊഴി ഈ ചെന്താമരയുടേത് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നാട്ടുകാരായ 2 യുവാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കുറ്റസമ്മത മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ഈ തീർത്തും കൊലപാതകം നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെന്താമര ഈ സുധാകരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയെന്ന രീതിയിലേക്കുള്ള തെളിവുകൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ചെന്താമര പറഞ്ഞത് അബദ്ധത്തിലാണ് സുധാകരനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ്. താൻ വീടിന് പുറത്തു നിൽക്കുമ്പോൾ സുധാകരൻ ബൈക്കിൽ തന്നെ ഇടിക്കാൻ വന്നു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ അല്ലെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആവാൾ ആ സുധാകരൻ്റെ മേലെ തട്ടുകയായിരുന്നു. കഴുത്തിന് മുറിഞ്ഞ സുധാകരൻ പിന്നീട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആഴത്തിൽ മുറിവ് പറ്റുന്ന രീതിയിലേക്ക് ആഞ്ഞു വീശിയത് എന്നാണ് ചെന്താമര പറഞ്ഞത്. ഏതായാലും പോലീസ് ഇത് കൃത്യമായി വിശ്വസിച്ചിട്ടില്ല. പോലീസ് പറയുന്നത് കൊലപാതകം നടത്തണമെന്ന ശ്രമത്തോടു കൂടി തന്നെയാണ് ചെന്താമര ഇത്തരത്തിൽ സുധാകരനെ ആക്രമിച്ചത്. തടയാനെത്തിയപ്പോൾ ലക്ഷ്മിയെയും ആക്രമിച്ചതെന്നാണ്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇന്നലെ രാത്രിയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷവും ചെന്താമരയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിരുന്നു. ഇയാൾക്ക് നിരവധി ആളുകളോട് പകയുണ്ടായിരുന്നു. അതായത് സജിതയെ കൊലപ്പെടുത്തി ജയിലിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് ചെന്താമരയ്ക്ക് ഒരുപാട് ആളുകളോട് പകയുണ്ടായിരുന്നു. ആ പക ഏറ്റവും കൂടുതലുണ്ടായിരുന്നു സുധാകരൻ്റെ കുടുംബത്തോടായിരുന്നു. സജിതയെ കൊലപ്പെടുത്തി പിന്നീട് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തണമെന്ന് ചെന്താമരയ്ക്ക് ചിന്തയുണ്ടായിരുന്നു. ബന്ധുവായ ഒരു സ്ത്രീയോട് വലിയ രീതിയിലുള്ള വൈരാഗ്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ അയൽവാസിയായ പുഷ്പയോട് വൈരാഗ്യമുണ്ടായിരുന്നു. മാത്രമല്ല ചെന്താമരയ്ക്ക് സ്വന്തം ഭാര്യയോട് ഉൾപ്പെടെ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള ഏറ്റവും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ കടക്കും. നിലവിൽ ആലത്തൂർ DVSPയുടെ ക്യാമ്പ് ഓഫീസ് കൂടിയായിട്ടുള്ള ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നിലവിൽ ചെന്താമരയെ മാറ്റിയിട്ടുള്ളത്. പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ചെന്താമരയെ മാറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത നടപടികൾ എന്ന് പറയുന്നത് വൈദ്യ പരിശോധന പൂർണ്ണമാക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ സമയത്ത് ചെന്താമര ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. സുധാകരനെ കൊലപ്പെടുത്തിയതിന് ശേഷം അബദ്ധത്തിൽ സുധാകരനെ കൊലപ്പെടുത്തേണ്ടി വന്നതാണ്. ആ കൊലപ്പെടുത്തിയതിന് ശേഷം താൻ വീട്ടിൽ കയറി വിഷം കഴിച്ചാണ് ഒളിവിൽ പോകാൻ വേണ്ടി ഈ അരക്കമലയിലേക്ക് പോയത് എന്നാണ് ചെന്താമര പോലീസിന് നൽകിയ മൊഴി. ഏതായാലും പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെന്താമരയെ വിശദമായി തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസ് അറിയിച്ചിരുന്നു. ആ മെഡിക്കൽ പരിശോധന ഇന്നലെ നെന്മാറ സ്റ്റേഷനിൽ വെച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇനി വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനായി ചെന്താമരയെ ഒരു പക്ഷേ ആലത്തൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. കാരണം നെന്മാറയിലേക്കോ മറ്റു മേഖലകളിലുള്ള ആശുപത്രികളിലേക്കോ കൊണ്ടുപോയാൽ അവിടെ വലിയ രീതിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആലത്തൂരാകുമ്പോൾ അത്തരത്തിലൊരു സംഘർഷ സാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്താമരയെ പോലീസ് ആലത്തൂർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. രാവിലെയോടുകൂടി തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുപോവുക. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരമുള്ള ആലത്തൂർ കോടതിയിലായിരിക്കും ചെന്താമരയെ ഹാജരാക്കുക എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ തെളിവെടുപ്പ് കൃത്യമായി തന്നെ നടത്തേണ്ടതുണ്ട്. ഈ സുധാകരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയിട്ടുള്ള നെന്മാറ പോത്തുണ്ടിയിലെ ഈ ബോയ് നഗറിലേക്ക് എത്തിച്ച് ചെന്താമരയെ തെളിവെടുപ്പ് നടത്തണം. ആ തെളിവെടുപ്പിനിടയിൽ നാട്ടുകാർക്ക് കൃത്യമായി തന്നെ ചെന്താമരയെ കാണാനുള്ള അവസരം ഒരുക്കുമെന്നാണ് ഇന്നലെ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ ചെന്താമരയെ പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക്
സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ രോഷാകുലരായി പോലീസിനോട് ഉൾപ്പെടെ തട്ടിക്കയറുന്ന രീതിയിലുള്ള വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടാകുന്നത് ചെന്താമരയെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ഏതായാലും നാട്ടുകാർക്ക് ചെന്താമരയെ കാണാൻ വേണ്ടി ആ ബോയൻ കോളനിയിലെ അല്ലെങ്കിൽ ബോയൻ നഗറിലെ ആ തെളിവെടുപ്പിനിടെ സൗകര്യം ഒരുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ ആ തെളിവെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ആദ്യഘട്ടത്തിൽ വിശദമായിട്ടുള്ള വൈദ്യപരിശോധന, അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ, അതിനുശേഷമായിരിക്കും ഈ തെളിവെടുപ്പും കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്കെല്ലാം പോലീസ് കടക്കുക. ഏതായാലും ഇന്നലെ രാത്രിയിൽ പോലീസ് വിരിച്ച വലയിലേക്ക് ചെന്താമര വന്ന് വീഴുകയായിരുന്നു. ചെന്താമര ഈ കൃത്യം നടത്തി മലയിലേക്ക് ഒളിവിൽ പോയ സമയത്ത് തന്നെ ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണനെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. രാധാകൃഷ്ണൻ കൃത്യമായി തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. തൻ്റെ സഹോദരനെ അധികം നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല, അദ്ദേഹം ഒരു ഭക്ഷണപ്രിയനാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും ഭക്ഷണം തേടി തൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കോ പോകുമെന്നാണ് രാധാകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയത്. ആ മൊഴി പ്രകാരം തന്നെ പോലീസ് കൃത്യമായി തന്നെ ചെന്താമരയുടെ വീടിന് സമീപത്തും അതുപോലെ തന്നെ രാധാകൃഷ്ണന്റെ വീടിന് സമീപത്തും കൃത്യമായി തന്നെ വലയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. ആ വലയിലേക്ക് ചെന്താമര വന്ന് വീഴുകയും ചെയ്തു. രാത്രി 10:30 മണിയോടുകൂടി ചെന്താമര വീടിൻ്റെ പരിസരത്തേക്ക് ഭക്ഷണം തേടിയാണ് എത്തിയത്. വളരെ ക്ഷീണിതനായ ചെന്താമരയെ പിന്നീട് കൃത്യമായി തന്നെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നെന്മാറ പോലീസും അതുപോലെ തന്നെ ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും ആ ബോയൻ നഗറിന് സമീപത്ത് വെച്ചുള്ള പാടത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഉടൻ തന്നെ നെന്മാറയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് പ്രാഥമിക ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തി, ആദ്യഘട്ട വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തി. ഏതായാലും അതിനെല്ലാം ശേഷമാണ് 1:30 മണിയോടുകൂടി ചെന്താമരയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി 2:30 മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്താമരയെ എത്തിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ അല്പസമയത്തിനകം തന്നെ ആലത്തൂർ DYSP അതുപോലെ തന്നെ ഇവിടെയുള്ള ചിറ്റൂർ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. വിശദമായിട്ടുള്ള ചെന്താമരയുടെ മൊഴി രേഖപ്പെടുത്തും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. രോഷിനി.